الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في القرآن المجيد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا وإذ تقول الذي أنعم الله عليه وأنعمت عليه أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സ്നേഹനിധികളായ സത്യവിശ്വാസികളെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണോ ഈ ദുനിയാവിലേക്ക് നമ്മെ നിയോഗിച്ചിട്ടുള്ളത് ആ നിയോഗ ദൗത്യം പൂർത്തീകരിച്ച് മുത്തഖികളായി ജീവിക്കുന്നതിലൂടെ മാത്രമേ
ഇഹപര വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്ന് ആദ്യമായി നിങ്ങളെ ഉണർത്തുകയാണ്. തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വാലിഹായ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ പല ജാതി വിഷമങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, ഹിജ്റയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ഖുതുബകളിൽ ചില കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. അതിന്റെ അനുബന്ധമായും അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളി സമൂഹത്തിൽ ചർച്ചയായിട്ടുള്ള 1-2 വിഷയങ്ങളുമായും ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. മുസ്ലിം സമൂഹം പൂർണ്ണ വളർച്ച എത്തുന്നതിനാവശ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ സ്വീകരിച്ച ചില നടപടിക്രമങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിലുള്ള ഒരു നടപടിക്രമമായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെയും വിവാഹം. ഏതൊരു കാര്യ സാധ്യത്തിനു വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വിവാഹം ഈ ഭൂമിയിൽ നടക്കണമെന്ന് നിശ്ചയിച്ചത്, ആ കാര്യം നടന്നപ്പോൾ അതുവഴി സത്യവിശ്വാസികൾക്ക് ഒട്ടനവധി മഹോന്നതമായ അനുഗ്രഹങ്ങൾ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് തികച്ചും വിവാദപരമായ പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. പ്രസ്താവനകൾ കേൾക്കേണ്ട താമസം ഈ ചരിത്രത്തെക്കുറിച്ച് പ്രാഥമികമായ വിവരം പോലുമില്ലാത്ത ആളുകൾ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എനിക്കെന്റെ സഹോദരങ്ങളോട് ആമുഖമായി പറയാനുള്ളത്, ഖുർആനും സുന്നത്തും അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവും പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായി പഠിക്കേണ്ടത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സമൂഹത്തിൽ ഇന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായും അവിടുത്തെ വിവാഹങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന തെറ്റിദ്ധാരണകൾ തിരുത്താൻ തക്കവിധമുള്ള അറിവ് നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇല്ല. നമ്മിൽ പലരും തന്നെ ആ പ്രസ്താവനകൾ ശരിയല്ലേ എന്ന് സംശയിച്ചു പോകുന്ന വിധത്തിൽ വിവരക്കേട് നമ്മളിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് മുമ്പൊരിക്കൽ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അനുബന്ധമായി ഇന്നത്തെ വിഷയം മനസ്സിലാക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരിൽ 2 സൈനബുമാരുണ്ടായിരുന്നു എന്ന് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കണം. അതിലൊരു സൈനബ് ഹിജറയ്ക്ക് മുമ്പ് വിവാഹം കഴിക്കപ്പെടുകയും ഹിജറയ്ക്ക് മുമ്പ് തന്നെ വഫാത്താവുകയും ചെയ്തിട്ടുള്ള സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത്തെ വിവാഹമാണ് ഓറിയന്റലിസ്റ്റുകൾ അടക്കമുള്ള ഇസ്ലാമിക വിരുദ്ധർ എക്കാലത്തും ഇസ്ലാമിനെതിരെ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വിവാഹം. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായിരുന്ന സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹയാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈനബ് ബിൻത് ജഹ്ഷിൽ ഭ്രമിക്കുകയും ആകൃഷ്ടനാവുകയും തന്റെ വളർത്തുപുത്രനോട് ഇവളെ അല്ലെങ്കിൽ ഇവരെ ത്വലാഖ് ചൊല്ലണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ത്വലാഖ് ചൊല്ലിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്ന രൂപത്തിലാണ് നേരത്തെ പറഞ്ഞ യുവജന നേതാവിന്റെ പ്രസ്താവനയുണ്ടായതും ഓറിയന്റലിസ്റ്റുകൾ അടക്കമുള്ള ഇസ്ലാമിക വിരുദ്ധർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ 2 വ്യക്തികൾ ആരാണ് എന്ന് ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ഏതെങ്കിലും ഒരു അന്യ കുടുംബത്തിൽ, അകന്ന കുടുംബത്തിൽ, അന്യ നാട്ടിലുള്ള ആളായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള എന്നവരുടെ സഹോദരി ഉമൈമ റളിയല്ലാഹു അൻഹയുടെ മകളാണ് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയായ ഉമൈമ റളിയല്ലാഹു അൻഹയുടെ മകൾ. അല്ലാഹുവിന്റെ റസൂലിന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവരെ കാണുമ്പോൾ ഭ്രമിക്കുകയോ ആശ തോന്നുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലാണ് ഈ സൈനബ് ബിൻത് ജഹ്ഷ് കളിച്ചു വളർന്നിട്ടുള്ളത്. അവരുടെ യൗവനകാലവും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അന്നത്തെ കാലത്തെ പദവിയും സ്ഥാനവും ഇസ്ലാമികമായി അല്ലാഹു നൽകിയിട്ടുള്ള അനുവാദവും എല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ സൈനബിനെ വിവാഹം കഴിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വിവാഹത്തിലൂടെ, ഈ സൈനബും സെയ്ദും തമ്മിലുള്ള വിവാഹത്തിലൂടെ മഹത്തരമായ ചില കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു കാര്യം നടക്കണമെന്ന് തീരുമാനിച്ചത്. ആരാണ് സെയ്ദ് എന്ന് കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കൽബ് ഗോത്രത്തിലെ ഹാരിസത്ത് ഇബ്നു ശറാഹിലിന്റെ മകനായിരുന്നു ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു. മഅൻ ഗോത്രത്തിലെ തഅലബ എന്നവരുടെ പുത്രിയായ സുഅദയാണ് ഇദ്ദേഹത്തിന്റെ മാതാവ്. 8 വയസ്സുള്ളപ്പോൾ പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ സെയ്ദിന്റെ മാതാവ് സുഅദ അദ്ദേഹത്തെയും പിതാവിനെയും ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയുണ്ടായി. ഈ കാലഘട്ടത്തിലാണ് കെൽബ് ഗോത്രത്തെ തൊട്ടടുത്ത ഗോത്രമായ ഖൈന് ഇബ്നു ജസർ ഗോത്രം ആക്രമിക്കുകയും കൊള്ള നടത്തുകയും പിടിക്കാവുന്ന ആളുകളൊക്കെ പിടിക്കുകയും ചെയ്തപ്പോൾ 8 വയസ്സുകാരനായ കുട്ടി സെയ്ദും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്നത്തെ സാമൂഹിക ചുറ്റുപാടനുസരിച്ച് സെയ്ദിനെ ഇവർ ഉക്കാൽ ചന്തയിൽ കൊണ്ടുവന്ന് അടിമയായി വിൽക്കുകയുണ്ടായി.
ഇദ്ദേഹത്തെ ഈ ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റപ്പോൾ ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ വാങ്ങിയത്. ഈ ഹക്കീം ഇബ്നു ഹിസാം ആകട്ടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അമ്മാവന്റെ മകനാണ്. തനിക്ക് ലഭിച്ച ഈ ബാലനെ ഹക്കീം ഇബ്നു ഹിസാം തന്റെ അമ്മാവന്റെ മകളായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നപ്പോൾ ഖദീജ ബീവിയോടൊപ്പം ഈ കുട്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ വന്നു. ഈ കുട്ടിയുടെ മാന്യമായ പെരുമാറ്റവും ഹൃദ്യമായ സ്വഭാവവും അള്ളാഹുവിന്റെ റസൂലിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അന്ന് നുബുവത്ത് ലഭിച്ചിട്ടില്ല എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയായ ഖദീജയോട് ഈ ബാലനെ തനിക്ക് സ്വന്തമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടുകൂടി തന്റെ ഭർത്താവിന് തന്റെ അമ്മാവന്റെ മകനിൽ നിന്നും ലഭിച്ച ഈ സമ്മാനം സെയ്ദിനെ റസൂലിന് സമർപ്പിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് തികഞ്ഞു. അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ ഒക്കെ കൂടെ സെയ്ദ് റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിൽ വിശ്വസിച്ചു. എന്നാൽ ഈ സമയത്ത് സെയ്ദിന്റെ പിതാവ് ഹാരിസ എന്ന് മാത്രമല്ല അവരുടെ ഗോത്രമായ കൽബ് ഗോത്രം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഈ 8 വയസ്സുകാരനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അഥവാ ഖദീജയെ കല്യാണം കഴിച്ച മുഹമ്മദിന്റെ വീട്ടിലുണ്ട് എന്നറിയുന്നത്. അങ്ങനെ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ വന്നു. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഈ കുട്ടിയെ തിരിച്ചു തരണം, അതിനുവേണ്ടി എന്ത് നഷ്ടപരിഹാരവും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നവർ പ്രഖ്യാപിച്ചു. അള്ളാഹുവിന്റെ റസൂല് സെയ്ദിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ പിതാവും അദ്ദേഹത്തിന്റെ സഹോദരനുമാണ് വന്നിരിക്കുന്നത്, അവരുടെ കൂടെ തിരിച്ചു പോകാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചു പോകാം എന്ന്. ഈ സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, എന്നെ ഒരിക്കലും ഇവരുടെ കൂടെ തിരിച്ചുവിടരുത്, എന്റെ പിതാവിന്റെ സ്ഥാനത്ത് അങ്ങയെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കുട്ടിയെ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹത്തോടുകൂടി വന്ന പിതാവ് തന്റെ മകനോട് പറഞ്ഞു, മകനെ, മക്കയിൽ അടിമയായി കഴിയാനാണോ നീ ആഗ്രഹിക്കുന്നത്? കൽബ് ഗോത്രം പഴയതുപോലെയല്ല, എല്ലാവിധ സുഖ സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളുമുള്ള പുരോഗതിയുള്ള ഒരു ഗോത്രമാണ് ഇന്ന് കൽബ് ഗോത്രം, അതുകൊണ്ട് നീ തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സെയ്ദ് പറഞ്ഞ വാക്ക്, ഈ മനുഷ്യനെ പോലെ മാന്യമായി പെരുമാറുന്ന മഹൽ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനെ വിട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല എന്നാണ്. തന്റെ മകൻ ഇവിടെ പ്രയാസത്തിലല്ല കഴിയുന്നത്, വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത് എന്ന് ബോധ്യപ്പെട്ട പിതാവും പിതൃവ്യനും റസൂലിന്റെ അടുക്കൽ ഉപേക്ഷിച്ചുകൊണ്ട് സെയ്ദിനെ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റ പോയപ്പോൾ സെയ്ദും ഹിജ്റ പോയി. അങ്ങനെ മദീനയിൽ ചെന്ന് 4 കൊല്ലം കഴിയുമ്പോഴാണ്, ഹിജ്റയ്ക്ക് ശേഷം 4 വർഷം കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിവാഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം അള്ളാഹുവിന്റെ റസൂലിനെ അറിയിക്കുന്നത്. എന്തായിരുന്നു? സെയ്ദും അതുപോലെ തന്നെ സൈനബും തമ്മിലുള്ള വിവാഹം നടക്കുവാൻ അള്ളാഹു താല്പര്യപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മനുഷ്യനെ വിട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല എന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ദിവസം ഈ സെയ്ദിനെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് വന്ന് അവിടെ കൂടിയിരിക്കുന്ന മക്കയിലെ പ്രമുഖന്മാരോട് പ്രഖ്യാപിച്ചിരുന്നു,
ഇനി മുതൽ സെയ്ദ് ബിനു ഹാരിസയല്ല, സെയ്ദ് ബിനു മുഹമ്മദാണ്, ഇവൻ എന്റെ സ്വന്തം മകനാണ് എന്ന് പ്രഖ്യാപിച്ചു. അന്നത്തെ അറേബ്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരമനുസരിച്ച് വളർത്തുപുത്രനായിട്ട് ആരെങ്കിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വളർത്തുപുത്രന് ഒരു പുത്രൻ ലഭിക്കുന്ന എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ആ വീട്ടിൽ ലഭിച്ചിരുന്നു. എന്നുമാത്രമല്ല, വളർത്തുപുത്രന് അനന്തരാവകാശം പോലും ലഭിച്ചിരുന്നു. വളർത്തുപുത്രൻ വിവാഹം ചൊല്ലി ഒഴിവാക്കുന്ന ഭാര്യമാരെ പിതാക്കന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടുണ്ടായിരുന്നില്ല. അന്യപിതാവിന്റെ ബീജത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഈ രൂപത്തിലുള്ള സൗകര്യങ്ങളൊക്കെയാണ് അന്നത്തെ അറേബ്യൻ സമൂഹത്തിൽ നൽകി വന്നിരുന്നത്. ഇസ്ലാമിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടപഴക്കങ്ങളിൽ കർശനമായ നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു നടപ്പിലാക്കുന്ന സമയത്ത് മദീനയിൽ വെച്ചുകൊണ്ട് ഈ വളർത്തുപുത്രന്മാരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടപഴക്കങ്ങളിൽ ഹിജാബുകൾ പാലിക്കണമെന്ന കർശനമായ നിയന്ത്രണം ഇസ്ലാം നടപ്പിലാക്കിയപ്പോഴും അന്യ ആളുകളായിട്ടുള്ള ഈ വളർത്തുപുത്രന്മാർ അവർക്ക് അന്യരായിട്ടുള്ള സ്ത്രീകളുമായി വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, വളർത്തുപുത്രന്മാർക്ക് അനന്തരാവകാശം ലഭിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവർ ഉപേക്ഷിക്കുന്ന ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ വിധവകളെ പിതാക്കന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന നിയമവും നിലനിന്നിരുന്നു. ഇതിനൊക്കെ അടിവേരക്കാൻ വേണ്ടിയാണ് ഈ വിവാഹം അള്ളാഹു തീരുമാനിച്ചത് എന്ന് കാണാവുന്നതാണ്. അതോടൊപ്പം ഇസ്ലാമിലേക്ക് സമൂഹങ്ങളൊക്കെ ഒന്നായി വന്നു കഴിഞ്ഞിരുന്നുവെങ്കിലും പലരുടെയും മനസ്സിൽ പഴയ ജാഹിലിയത്തിന്റെ ഗോത്രപരമായ, വംശപരമായ, കുടുംബപരമായ പോരിശയും പെരുമയും നിലനിന്നിരുന്നു. ഇന്നും മുസ്ലിം സമൂഹത്തിൽ അത്തരത്തിലുള്ള കുടുംബപരമായ താൻപോരിമകൾ, ഗോത്രപരമായ താൻപോരിമകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പല സാഹചര്യങ്ങളിലും മനസ്സിലാക്കാൻ കഴിയും. ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോൾ, ഒരു വാർത്താ ശേഖരണവുമായി ബന്ധപ്പെട്ടൊരു വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ള കാരണവർ വളരെ അഭിമാനത്തോടുകൂടി പറയാണ്, മാലിക് ഇബ്നു ദീനാറും കൂട്ടരും വന്നിട്ട് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുടുംബമാണ്, വളരെ പാരമ്പര്യമുള്ള കുടുംബമാണ് ഞങ്ങൾ എന്ന്. ഞാൻ എടുത്ത വായിക്ക് ഇയാളോട് പറഞ്ഞു, ഇങ്ങനെ ആദ്യത്തെ കുടുംബമാണ് എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ആ മനുഷ്യൻ ആ പറഞ്ഞതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥാനമൊന്നും ഇല്ല എന്നറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന്. ഞാൻ കഴിഞ്ഞ ഖുതുബയുടെ അവസാനത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്ന സംഭവം, ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും, സഹാബികൾ, പ്രവാചകൻ അടക്കമുള്ള ആളുകൾ താഴെ നിൽക്കുമ്പോൾ അവതരിച്ച ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നും ഉണ്ടായവരാണ്. നിങ്ങൾക്കിടയിലുള്ള ഗോത്രപരമായ, വംശപരമായ, വർഗപരമായ, ഭാഷാപരമായ, ദേശപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തമ്മിൽ തിരിച്ചറിയാനുള്ള ഉപാധികൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് മുത്തഖികളായ മനുഷ്യർക്ക് മാത്രമാണ് എന്നാണ്. ആ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുക. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരു വനിത, ഉന്നത കുലജാതയായ ഒരു വനിത, അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മായിയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ, അവരെ വിവാഹം കഴിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായി വന്ന, പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സ്വതന്ത്രനാക്കിയ സെയ്ദിനോട് ആവശ്യപ്പെടുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് യാതൊരു താല്പര്യക്കുറവുമില്ല. പക്ഷെ സൈനബിന്റെ വീട്ടുകാർ അതിശക്തമായ എതിർപ്പുമായി രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. സൈനബ് തന്നെ പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ഇങ്ങനെ കാണാം, ലാ അല്ലാഹു ലിനഫ്സി വന അയ്യിമു ഖുറൈശിൻ നസബൻ. ഞാൻ ഒരിക്കലും ഈ മനുഷ്യനെ എന്റെ ഭർത്താവായി ഇഷ്ടപ്പെടുന്നില്ല.
കാരണം ഖുറൈശികളിൽ ഉന്നത കുലജാതയാണ് ഞാൻ. കഅബയുടെ സംരക്ഷകരായിട്ടുള്ള ഖുറൈശികൾ, അവരിൽ തന്നെ അബ്ദുൽ മുത്തലിബിന്റെ മകളുടെ മകളാണ് ഞാൻ. ഞാൻ എങ്ങനെയാണ് ഈ അടിമയായി ഉക്കാൽ ചന്തയിൽ വന്ന് വിൽക്കപ്പെട്ട, പിന്നീട് സ്വതന്ത്രനാക്കപ്പെട്ട ഈ മനുഷ്യനെ വിവാഹം കഴിക്കുന്നത്? ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് അവരുടെ മനസ്സിലുള്ള ജാഹിലിയത്ത് തലപൊക്കിയപ്പോൾ, ഗോത്രപരവും വംശപരവും കുടുംബപരവുമായിട്ടുള്ള ജാഹിലിയത്ത് തലപൊക്കിയപ്പോൾ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്ന താക്കീതുപരമായിട്ടുള്ള ഒരു ആയത്ത് സൂറ അൽ അഹ്സാബിന്റെ 36-ാമത്തെ വചനമായിട്ട് അവതരിപ്പിക്കുന്നത്. വമാ കാന ലിമുഅ്മിനിൻ, ഒരു സത്യവിശ്വാസിക്കും യാതൊരു സ്വാതന്ത്ര്യവുമില്ല, ഒരു അധികാരവുമില്ല. വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിനിക്കും ഒരു അധികാരവുമില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ, അയ്യകൂന ലകുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ താല്പര്യപ്രകാരം അതിനെ മാറ്റിമറിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം നമ്മളോട് കൽപ്പിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് നിർദ്ദേശിക്കുന്നു. എന്നാൽ ആ കൽപ്പനയുടെ അല്ലെങ്കിൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ സ്വാതന്ത്ര്യം പ്രവർത്തിക്കുക എന്നത് നമുക്ക് ഒരിക്കലും അല്ലാഹു അനുവദിച്ചിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണ മനസ്സോടുകൂടി ശിരസ്സ വഹിക്കുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അങ്ങനെയുള്ളവരിവിടെ നിന്നാൽ മതി എന്ന അതിശക്തമായ താക്കീതിന്റെ സ്വരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മെ കേൾപ്പിക്കുന്നത്. എന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞു, വമൻ യഅ്സില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നവർ, ഫഖദ് ളല്ല ളലാലൻ മുബീന, അങ്ങേയറ്റം വഴിപിഴച്ച വഴികേടിലാണ് അവരുള്ളത് എന്നുകൂടി അല്ലാഹു അതിനോട് ചേർത്ത് പറഞ്ഞു വെച്ചു. ഈ ആയത്തിറങ്ങേണ്ട താമസം സൈനബ് റളിയല്ലാഹു അൻഹയും അവരുടെ കുടുംബക്കാരും പഞ്ചപുച്ഛമടക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങെടുക്കുന്ന എന്ത് തീരുമാനവും ശിരസ വഹിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു. ഈ ഒരു വിവാഹത്തിൽ മാത്രമല്ല, സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഖിയാമത്ത് നാൾ വരെയും ഈ നിയമം നമുക്കെല്ലാവർക്കും ബാധകമാണ്. അല്ലാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നമ്മൾക്കനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നമ്മളുടെ തോന്നിവാസത്തിനനുസരിച്ച് അതിനെ വളച്ചൊടിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത് നമ്മുടെ താല്പര്യത്തിന് അനുഗുണമാക്കി എടുക്കുന്ന രീതി, അത് ഒരിക്കലും അല്ലാഹു അനുവദിക്കുകയില്ല. അത് തികഞ്ഞ വഴികേടാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ വിവാഹം നടന്നപ്പോൾ ആ വിവാഹത്തിൽ സ്വാഭാവികമായി ചില പൊരുത്തക്കേടുകൾ ഉണ്ടായി. സൈനബിന് തന്റെ പൂർണ്ണമായ മനസ്സോടെ, പൂർണ്ണമായ താല്പര്യത്തോടെ സെയ്ദിന് മുന്നിൽ തന്നെ സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പൊട്ടലും ചീറ്റലും ഉണ്ടായി. തന്റെ ബയോളജിക്കലായിട്ടുള്ള ജീവപരമായ ജൈവശാസ്ത്രപരമായ ആവശ്യങ്ങൾ പോലും സൈനബ് നിരാകരിക്കുന്നു എന്ന പല തവണയുള്ള പരാതികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉന്നയിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് സെയ്ദിനോട് പറഞ്ഞു, നീ ക്ഷമിക്കണം, നീ ഒരിക്കലും വിവാഹമോചനം ചെയ്യരുത്, അവളെ നീ സഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ തഫ്സീറുകളിലും മറ്റും കാണാം. എന്തുകൊണ്ടാണ് തെറ്റിദ്ധാരണ വന്നത് എന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നബിയെ അങ്ങ് പറഞ്ഞ സന്ദർഭം ആലോചിച്ചു നോക്കുക. താങ്കൾ ഗുണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോട്, അല്ലാഹു ഗുണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോട്, നീ ഈ പെണ്ണിനെ ഒരിക്കലും വിവാഹമോചനം ചെയ്യരുത്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ സന്ദർഭം ആലോചിക്കുക. എന്നാൽ ഇങ്ങനെ പറയുന്ന അവസരത്തിൽ എന്നാൽ ഈ സമയത്ത് അല്ലാഹു വെളിപ്പെടുത്താനിരിക്കുന്ന ഒരു കാര്യം താങ്കളുടെ മനസ്സിൽ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു വാക്കിനെ പിടിച്ചുകൊണ്ടാണ് ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ
അള്ളാഹുവിന്റെ റസൂല് സൈനബിനെ ആഗ്രഹിച്ചുകൊണ്ട് താല്പര്യപ്പെട്ടുകൊണ്ടാണ് മഅദല്ലാഹ് ഇങ്ങനെ ഒരു വാക്ക്, നീ അവളെ ഇപ്പോൾ വിവാഹമോചനം ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്നാണ് പ്രചരണം. ചില തഫ്സീറുകളിൽ തന്നെയും അള്ളാഹുവിന്റെ റസൂലിന് സൈനബിനെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയെന്നും എന്നിട്ടും ആ ആഗ്രഹം മറച്ചുവെച്ചുകൊണ്ട് സെയ്ദിനോട് അവളോടൊപ്പം തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നും കാണാവുന്നതാണ്. ഈ തഫ്സീറുകളിൽ എടുത്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ചരിത്രകാരന്മാരും അവരുടെ പുസ്തകങ്ങളിൽ ഈ വിഷയത്തെ നിരൂപിച്ചിട്ടുള്ളത്. അത് വായിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്തരമായ വ്യക്തിത്വത്തിൽ പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇവിടെ എന്തായിരുന്നു അള്ളാഹുവിന്റെ റസൂല് മറച്ചു വെച്ചത്? അള്ളാഹു നേരത്തെ വഹി പ്രകാരം അറിയിച്ച ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ വളർത്തു പുത്രന്മാർ ഉപേക്ഷിക്കുന്ന ഭാര്യമാർ അവരെ വിവാഹം കഴിക്കാമെന്നും അവർക്ക് വീട്ടിൽ അന്യ പുരുഷന്മാരായിരിക്കെ സ്വാതന്ത്ര്യമില്ല എന്നും അവർ തികച്ചും അന്യരാണ് എന്നും സമൂഹത്തിന് ബോധ്യപ്പെടുന്ന വിധത്തിൽ സൈനബിനെ സെയ്ദ് ത്വലാഖ് ചൊല്ലിയാൽ താങ്കൾ വിവാഹം ചെയ്യേണ്ടി വരും എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു അറിയിച്ചിരുന്നത്. റസൂൽ ആഗ്രഹിക്കുകയല്ല, അള്ളാഹു കൽപ്പിക്കുകയാണ്. ഈ സെയ്ദ് എപ്പോഴാണോ ഈ സൈനബിനെ ത്വലാഖ് ചെല്ലുന്നത് അപ്പോൾ താങ്കൾ ഇവളെ വിവാഹം ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് വിവാഹം ചെയ്യേണ്ടി വരും? ഈ വളർത്തുപുത്രന്മാരുടെ കാര്യത്തിൽ സമൂഹത്തിന് വ്യക്തമായ ചില ബോധ്യങ്ങൾ വരുത്തേണ്ടതിന് വേണ്ടിയാണ് താങ്കൾ അവളെ വിവാഹം ചെയ്യേണ്ടത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് ഒരു ഭയമുണ്ടായിരുന്നു. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സമൂഹത്തിലുണ്ടായ ചില കുഴപ്പങ്ങൾ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങള് പർവ്വതീകരിച്ചുകൊണ്ട് മുനാഫിക്കുകളും അക്കാലത്തുള്ള ഇസ്ലാമിക വിരുദ്ധരും പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിയിരുന്ന സമയം തന്റെ വളർത്തുപുത്രനെ എല്ലാവരും സ്വപുത്രന്മാരായി അംഗീകരിക്കുന്ന വളർത്തുപുത്രന്മാർ, തന്റെ വളർത്തുപുത്രനായി താൻ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്ന് പേരിട്ട സെയ്ദ്, ആ മനുഷ്യൻ ത്വലാഖ് ചെല്ലുന്ന പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ചാൽ അവളോട് ഭ്രമിച്ചിട്ടാണോ, അവളെ ആഗ്രഹിച്ചിട്ടാണോ, കാമിച്ചിട്ടാണോ എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന ഭയമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതിനെ നേരെ മറിച്ച് മറ്റൊരു രൂപത്തിലാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി തുടർന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജനങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുമോ എന്നാണ് താങ്കൾ ഭയന്നത്. എന്നാൽ താങ്കൾ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ. ഇതിന്റെ പേരിൽ എന്ത് പ്രചരണങ്ങൾ ഉണ്ടായാലും ഒരു തരത്തിലുള്ള ഭയവും താങ്കളെ ബാധിക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. അങ്ങനെ സെയ്ദ് ഇവരിലുള്ള പൂർണ്ണമായ അദ്ദേഹത്തിന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ സെയ്ദിന് അള്ളാഹുവിന്റെ റസൂൽ അവർ തമ്മിൽ ഒന്നിച്ചു പോവുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ഏകദേശം 1 വർഷത്തെ ജീവിതത്തിന് ശേഷം ത്വലാഖ് ചെല്ലാൻ അനുവാദം കൊടുത്തു. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലി ഇദ്ദാ കാലഘട്ടം മടക്കിയെടുക്കാൻ സാധ്യമാകുന്ന ഇദ്ദാ കാലഘട്ടം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ താങ്കൾക്ക് അവളെ വിവാഹം ചെയ്തു തന്നു എന്ന് അല്ലാഹു പറയുന്നു. ഈ വിവാഹത്തിൽ ഒരു വലിയ ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ആരെങ്കിലും ഒരാൾ സൈനബിന് കുടുംബത്തിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരാള് അള്ളാഹുവിന്റെ റസൂലിന് വിവാഹം ചെയ്തു കൊടുക്കുകയല്ല ചെയ്തത്, അള്ളാഹു വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അതും അള്ളാഹിന്റെ താല്പര്യപ്രകാരമാണ്, അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരമാണ് ഈ വിവാഹം നടന്നത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സൈനബിൽ ഭ്രമിച്ചിട്ടല്ല എന്നതിന് വ്യക്തമായ അടിസ്ഥാനമാണ്. അങ്ങനെ അള്ളാഹു താങ്കൾക്ക് സൈനബിനെ വിവാഹം ചെയ്തു തന്നു. സത്യവിശ്വാസികൾക്ക് ഇനി പിൽക്കാലത്ത് യാതൊരു വിഷമവും തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. അവരുടെ വളർത്തുപുത്രന്മാരുടെ കാര്യത്തിൽ ആ വളർത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു അന്യപുരുഷൻ ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ ആ പെണ്ണിനെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പിതാക്കന്മാർ അവരെ വിവാഹം ചെയ്ത് ഉപേക്ഷിക്കുന്ന ഭാര്യമാരെ ഇവർക്കും വിവാഹം കഴിക്കാം. കാരണം അവർ അന്യർ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. വകാന അംറുല്ലാഹി മഫ്ഊല, അല്ലാഹുവിന്റെ തീരുമാനം തീർച്ചയായും അത് നടക്കേണ്ടത് തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം
ഈ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്താണോ ഭയപ്പെട്ടത്, ആ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ, അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന മുനാഫിക്കുകൾ അടക്കമുള്ള ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനും സൈനബിനുമെതിരെ വളരെ മോശമായ പ്രചരണങ്ങൾ നടത്തിയപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം കൂടി വ്യക്തമായി പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. നിങ്ങൾ ഈ മുഹമ്മദിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? മുഹമ്മദ് നിങ്ങളിലുള്ള ഒരു പുരുഷന്റെയും ഒരു മനുഷ്യന്റെയും പിതാവല്ല. അവിടത്തേക്ക് 2 or 3 ആൺകുട്ടികൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ ആ ആൺകുട്ടികൾ കുഞ്ഞുനാളിലെ മരിച്ചുപോയിട്ടുണ്ട്. വേറെ ആ ബീജത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ രേതസിൽ ഒരു ആൺകുട്ടിയും പിന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് നിങ്ങളുടെ ആരുടെയും പിതാവല്ല. എന്ന് മാത്രമല്ല, വലാകിർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതനാണ് അവിടുന്ന്. വഖാതമൻ നബിയ്യീൻ, നബിമാരിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയുമാണ്. ആ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണോ അത് അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വക്കാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അള്ളാഹുവിന് എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായ അറിവും ബോധ്യവുമുണ്ട്. അപ്പൊ ഈ വിവാഹം അങ്ങനെയാണ് നടന്നത്, അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണ് നടന്നത്. ഇതിലൂടെ ഒരുപാട് പാഠങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തേത്, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി കുടുംബപരമായിട്ടുള്ള, വർഗപരമായിട്ടുള്ള, അല്ലെങ്കിൽ എന്തിന്റെയും പേരിലുള്ള ആഢ്യത്വവും ആഭിജാത്യവും അത്തരത്തിലുള്ള യാതൊരു സ്ഥാനവും ഒരാൾക്കും നൽകപ്പെടുന്നതല്ല. എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ സമന്മാരാണ്. ആർക്കെങ്കിലും വല്ല മേന്മയും അള്ളാഹുവിന്റെ അടുക്കലുണ്ടെങ്കിൽ അവർ ദീനീബോധത്തോടുകൂടി മുത്തഖികളായി ജീവിക്കുന്നതിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. രണ്ടാമതായിട്ട്, അന്യ പുരുഷന്മാർ, അവർ വളർത്തുപുത്രന്മാരാകട്ടെ അല്ലെങ്കിൽ അയൽവാസികളാകട്ടെ, ആരോ ആകട്ടെ, അവരുമായിട്ടുള്ള ഇടപാടുകളിൽ, ഇടപഴക്കങ്ങളിൽ അന്യ സ്ത്രീ പുരുഷന്മാർക്ക് പരിധികളും പരിമിതികളുമുണ്ട്. ആ പരിധിയും പരിമിതിയും വിട്ടുകൊണ്ടുള്ള ഇടപാടുകൾ അള്ളാഹു അനുവദിക്കുകയില്ല എന്ന് കർശനമായി അതിലൂടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ കോഴിക്കോട് ഏതോ ഒരു ഹോട്ടലിൽ സ്ത്രീ പുരുഷന്മാർ, യുവതി യുവാക്കൾ വളരെ മോശമായി അടുത്ത് ഇടപഴകിയപ്പോൾ ആരോ ചിലരൊക്കെ ചില ഹോട്ടലുകൾ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു എന്നും അതിന്റെ പ്രതിഷേധമായി ആരൊക്കെയോ ഈ പറയുന്ന അടുത്ത ദിവസങ്ങളിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ പരസ്പരം ചുംബിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ നിന്നും മീഡിയകളിൽ നിന്നും നമ്മൾ വായിച്ചു. ഈ പ്രതിഷേധ പരിപാടിയുടെ സംഘാടകരായി വരുന്നത് ആരാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് പല മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും അതിന്റെ പിന്നിൽ സംഘാടകരായി പ്രവർത്തിക്കുന്നു. അന്യ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം പരസ്യമായി ചുംബിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് സമുദായത്തിന്റെ മക്കളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച്, ഈ ദീനീപരമായ ചിട്ടകളെ കുറിച്ച്, നിഷ്ഠകളെ കുറിച്ച് ഈ പുതുതലമുറയ്ക്ക് എന്ത് പാഠങ്ങൾ നൽകി, അവർക്ക് എന്ത് മാതൃകകളാണ് നമ്മൾ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നാൾക്കുനാൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദാചാരപരമായിട്ടുള്ള അരാജകത്വം, ഈ ലൈംഗികപരമായിട്ടുള്ള അരാജകത്വം, അത് വളർന്നു വന്നതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ ലിബറൽ രൂപത്തിലുള്ള സ്വതന്ത്രമായ ലൈംഗികതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ശക്തികളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് കാണാൻ കഴിയും. പാശ്ചാത്യ ലോകത്ത് എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൃത്യമായ അനുകരണം നമ്മുടെ നാട്ടിൽ നടപ്പാക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു. ടിവികളിൽ നമ്മൾ കാണുന്ന പ്രോഗ്രാമുകൾ, റിയാലിറ്റി ഷോകൾ അത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് നമ്മളുടെ കുട്ടികൾക്ക് നൽകുന്നത്, നമ്മുടെ പുതുതലമുറക്ക് നൽകുന്നത്. അങ്ങനെ നമ്മളും അതിന്റെ അഡിക്റ്റുകളായി, അതിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. നമുക്കും ഇസ്ലാമികമായിട്ട് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടപാടുകളിൽ, ഇടപഴക്കങ്ങളിൽ എന്ത് നിയമങ്ങളാണുള്ളത് എന്ന് യാതൊരു ബോധ്യവും നമുക്കാർക്കുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്നതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാത്ത കാലത്തിടത്തോളം സമൂഹത്തിൽ വളരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധനായ പ്രവാചകനിലൂടെ നമ്മൾ അറിയിച്ചത്, ഒരു സമൂഹത്തിൽ 2 കാര്യങ്ങൾ വ്യാപകമായാൽ
അവർ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പാത്രമാകുമെന്നാണ്. അതിലൊന്നാമത്തേത് സമൂഹത്തിൽ പലിശ വ്യാപിക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ ആരെങ്കിലും പലിശ വാങ്ങാതിരുന്നാൽ പോലും അതിന്റെ പുക, അതിന്റെ പൊടി നിങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞ രൂപത്തിൽ പലിശയുമായി ഇടപെടാത്ത ഒരു മനുഷ്യൻ, ഒരു മുത്തഖിയെ നമുക്കിന്ന് എവിടെയും കാണാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഒരു സമൂഹത്തിൽ ലൈംഗികമായ അരാജകത്വം, വ്യഭിചാരം പടർന്നു പിടിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും ഇസ്ലാമിക സൊസൈറ്റി വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുകയും നമ്മളുടെ പുതുതലമുറക്ക് ഇത്തരത്തിലുള്ള ബോധ്യങ്ങൾ, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ പകർന്നു നൽകുകയും അവരെ നല്ല ഇസ്ലാമിന്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളായി മാറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ വിഷയത്തോടനുബന്ധിച്ചുകൊണ്ട് നിങ്ങളെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു